ഈ സിമ്പിളായിട്ട് ജ്വല്ലറി മേക്കിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിരിക്കും വട്ടായിന് കേട്ടോ. അവസാനം ഞാൻ പോയി എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഓളോട് ചോദിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു മാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അവളുടെ ഒരു മാല എടുത്തിട്ട് അളവ് ഇതുപോലെ ഞാൻ മാർക്കർ കൊണ്ട് ഒരു OHP ഷീറ്റിൽ വരച്ചിട്ടാട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു ലെയർ വെച്ചിട്ട് ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ ഒരു ലെയറും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാ. നല്ല സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെച്ചതൊക്കെ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതിന് ശേഷം ഞാൻ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത്. പിന്നെ എനിക്ക് അതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടണം തോന്നിയപ്പോൾ കുന്തൻ സ്റ്റോണിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളത് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്, കുറച്ചും കൂടി ഒരു ഭംഗി കൂടിയില്ലേ. ഓക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൾ സ്കൂളിൽ വരുമ്പോൾ ഞാനിത് കാണിച്ചു കൊടുക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാവും എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഐപ്പിന്നും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധമൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. OHP ഷീറ്റ് കട്ട് ചെയ്തൊന്നും നീറ്റായില്ല. എന്തായാലും അടുത്ത തവണ അടിപൊളിയാക്കും കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടുകാരെ.